അപ്പോൾ ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കണം എന്താ വെച്ചാൽ മാങ്ങ ഉപ്പിലിരുമ്പിയതെന്ന് പറയാൻ പറ്റില്ല. മാങ്ങ ഉപ്പും മുളകും തേച്ച് ഉപ്പിരുമ്പിയതെന്ന് പറയാൻ പറ്റില്ല. കാരണം വേറെ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ. മാങ്ങ ഉപ്പിരുമ്പിയിൽ വെറും മാങ്ങയും ഉപ്പും മുളകും എണ്ണയും മാത്രമേ ഉള്ളൂ. അപ്പം ഇതെന്ന് വെച്ചാൽ ഇത് ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക സാലഡ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ചോറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും സാലഡ് കഴിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി നല്ലോണം ഇഷ്ടപ്പെടും. അപ്പം ഈ സാലഡ് ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മളെ ഈ മാങ്ങയാണ്. മാങ്ങ ഇങ്ങനെ കണ്ടിട്ടോ നിങ്ങൾ തെറ്റിയിരിക്കും നമ്മൾ കേട്ടോ. സൂപ്പർ മാങ്ങയാണ് ഈ മാങ്ങ എന്ന് വെച്ചാൽ. നമ്മൾ ഉപ്പിലിടൂലേ, ഉപ്പിലിടാൻ വേണ്ടി ചെത്തൂലേ, നിങ്ങൾ ഈ ഫുൾ സൈസിൽ കിട്ടണ മാങ്ങല്ലേ, ആ മാങ്ങയാണ് ഇത്. അപ്പം അത് വേണം. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മളെ സാലഡിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്. അതേപോലെ നാരങ്ങ വേണം. പിന്നെ ഇതാണ് പച്ചമുളക്, 2 പച്ചമുളക് എന്താ പറയുക, ഇങ്ങനെ കുഞ്ഞിതായിട്ട് വട്ടത്തിലരിഞ്ഞ്. പിന്നെ 2 വലിയുള്ളി ഇതേപോലെ അരിഞ്ഞ്. ഇനി ഞാൻ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ഓക്കെ. നമുക്കൊരിക്കലും ഈ മാങ്ങ ഇതേപോലെ സാലഡിൽ ഇടാൻ പറ്റൂല. നമുക്ക് എന്തായാലും വെട്ടി ചെറുതാക്കണം. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യണത് ഞാൻ ഏത് രീതിക്കാണ് കട്ട് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് സൈസ് ഉണ്ടല്ലോ. അപ്പോൾ സാലഡ്ക്കാകുമ്പോൾ സാലഡിൻ്റെ സൈസ് ഉണ്ട്, ഉപ്പിരുമ്പാനാകുമ്പോൾ ഉപ്പിരുമ്പിൻ്റെ സൈസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ വെട്ടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ മാങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ ഈ മാങ്ങനെ എടുത്തോണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ പേര് എനിക്കറിയില്ല, കണ്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലേ ഏകദേശം. ഇതിൻ്റെ അകത്തുള്ള മാങ്ങൻ്റെ കുരു ഉണ്ടല്ലോ, കുരു അല്ല സീഡൊന്നല്ല, മാങ്ങാണ്ടി. അത് തീരെ കട്ടില്ലാത്തതായിരിക്കും. ഇതാണ് ഈ മാങ്ങ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കാണുന്നു ഉപ്പിലിട്ട് വെക്കൂലേ, ആ മാങ്ങയാണിത് ആക്ച്വലി. നമുക്കിത് എന്ത് ചെയ്യാം, നടു ഇതേപോലെ മുറിച്ചിട്ട് നടുവിലാക്കി മുറിച്ചിട്ട് ഈ സാധനം എടുത്ത് കളയാം. ഭയങ്കര കയ്പേക്കരം. അതേപോലെ ഈ തോല് ഒരു പ്രശ്നമല്ല, ഒരു കയ്പും ഇല്ലാത്ത മാങ്ങയാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെ വെട്ടുണ്ട്. ഇങ്ങനെ ആക്കണം. ഇതിപ്പോൾ ഈ രീതിക്ക് നമ്മൾ മുറിച്ച് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്തിടാം. ഈ സൈസാക്കുക. ഈ സൈസിലാക്കിയിട്ട് എല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ അച്ചാറിനൊക്കെ ഇടൂലേ, അതേമാതിരി ആ സൈസിലാക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ മാങ്ങ മീൻസ് മാങ്ങൻ്റെ പകുതി നമ്മൾ ഈ ഒരു മാങ്ങൻ്റെ പകുതി നമ്മൾ ഇതിനെടുത്തിട്ടുള്ളൂ. ഈ മാങ്ങൻ്റെ പകുതി കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം, അടുത്ത ട്രിപ്പ് ഉണ്ടാക്കാം. അപ്പം ഇത് അതേപോലെ കുഞ്ഞിതാക്കി നമ്മൾ കട്ട് ചെയ്തു. ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് അസംബിൾ ചെയ്യണമെന്ന്. അതേപോലെ ഇതിന് ഗ്യാസിൻ്റെ ആവശ്യമില്ല, വേവണ്ട, അങ്ങനത്തെ ഒരു റെസിപ്പിയാണ്. ഓക്കെ. ഒരു 5 മിനിറ്റ് ഉണ്ട്. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ ബൗൾ വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അരിഞ്ഞ് വെച്ച മാങ്ങ, ഫുൾ ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ ഉള്ളി, ഇപ്പം ഇങ്ങനെ നൈസാക്കി കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഫുള്ള് വേണം? ഫുള്ള് ഇടണം. ഇത് 2 ചെറിയ വലിയുള്ളിയാണ്, അപ്പോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് 2 പച്ചമുളക് കേട്ടോ. വലിയ എരിവുള്ള മുളകല്ല, കുറച്ച് എരിവുള്ളൂ. ഇപ്പോൾ ഇതാ ഇതിനാവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഞാനൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്, ഇതേപോലെ മുറിച്ച നാരങ്ങ. ഇനി നമുക്ക് ഇത് പിഴിഞ്ഞ് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് പിഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ നാരങ്ങൻ്റെ ചുവ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വിനീഗർ ഉണ്ടല്ലോ, അതായാലും ഒഴിച്ചാൽ മതി. പക്ഷെ നാരങ്ങ ആകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തിയാണ്. വിനീഗർ എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് അല്ലേ, ഇത് നാച്ചുറൽ അല്ലേ. അപ്പോൾ ഇതിൻ്റെ നീരൊഴിച്ച് കൊടുക്കാം. നല്ലോണം കഷ്ടപ്പെട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ സാലഡ് കഴിക്കാം. ഭയങ്കര കഷ്ടപ്പാടാണ് നാരങ്ങ പിഴിയാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഗൈസ്? യെസ്, ആരാണ്? കം ഹിയർ. ഹായ് ഹായ് ഹായ്.
ഞങ്ങളിന്ന് ഇവിടെ മീൻ പൊരിച്ച് അതിൻ്റെ മണം കേട്ടിട്ട് ഓടി വന്നിരിക്കുന്നു കൺമശി ഇട്ട് ഒരുത്തനല്ല ഒരുത്തി കേട്ടോ. പാവം. ഇപ്പം നമ്മൾ നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കേ. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കറിയാലോ ഏകദേശം. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാലൊന്ന് മിക്സ് ചെയ്യാം. കാരണം നാരങ്ങ നീരുമായിട്ട് ഇതൊന്ന് യോജിക്കണമല്ലോ. പിന്നെ ഉള്ളിയൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ടോ. അപ്പം എന്താ പറയുക എല്ലായിടത്തും ഇപ്പം നാരങ്ങൻ്റെ നീരും ഉപ്പൊക്കെ എത്തി. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് മുളക് പൊടി. മുളക് പൊടി ഒരുപാട് ആഡ് ചെയ്ത് അതിൻ്റെ ഒരു ലൈറ്റായിട്ടുള്ളൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യണം. അല്ല ഇനിയിപ്പോൾ ഇതിലും നല്ല എന്തെന്നറിയോ, എന്താ പറയുക, വറ്റൽ മുളകിൻ്റെ ചില്ലി ഫ്ലേക്സ് വാങ്ങാൻ കിട്ടും. വറ്റൽ മുളക് ഇടിച്ചത്, അല്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചാലും മതി. അത് ആഡ് ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ ഓൾറെഡി പച്ചമുളകും ഇത് ആഡ് ചെയ്യണോണ്ടാണ് ഞാനത് ആഡ് ചെയ്യാത്തത്. അല്ല നിങ്ങൾക്ക് ഈ മുളക് പൊടി ഇഷ്ടമല്ല, അതാ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. എല്ലാം നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ഇറങ്ങുള്ളൂ. കണ്ടോ, ഇതേപോലെയാവും. ലൈറ്റ് ഒരു ഓറഞ്ച് കളറാവും. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു മെയിൻ എന്ന് വെച്ചാൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. എനിക്കിത് മെയിനാട്ടോ, ഇതെല്ലാവർക്കും മെയിൻ ആവണമെന്നില്ല. വെളിച്ചെണ്ണ. ഇതുണ്ടെങ്കിലേ ഉള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആവും. ഇനി എല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്യാം. കുറച്ച് ചോറും. ഇനി ഇത് കുറച്ച് നേരം നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് സെറ്റാവണ്ടേ. ഈ നാരങ്ങ നീര് ഈ ഉള്ളിക്കും ഇതിക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാനൊരു 1/2-3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇത് അതേപോലെ നമ്മൾ ലഞ്ച് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് കൊടുക്കൂലേ, അതുപോലെ ലഞ്ച് ബോക്സിലും അതുപോലെ പൊതിച്ചോറ് കിട്ടുമ്പോൾ അതിക്കും ഇനിയിപ്പോൾ വേണ്ട കഞ്ഞിക്കും എല്ലാത്തിനും തിന്നാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇനിയിപ്പം ഇതൊന്നും കൂടി ഹെൽത്തി ആക്കണം, ഈ ഓയിലൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്ത വെളിച്ചെണ്ണ ആഡ് ചെയ്യരുത്. അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും കൂടി നാടൻ വെർഷനാക്കി. നമുക്കിതൊക്കെ ഇഷ്ടമല്ലേ. ഇതിപ്പോൾ എന്താ, മറ്റേ മാങ്ങ ഉപ്പ് മുളക് ഇട്ട് തിന്നണ പോലെ തന്നെ നമ്മളിതൊന്ന് സാലഡാക്കി. അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. കണ്ടോ, നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, കാരണം നമ്മൾ എണ്ണ ആഡ് ചെയ്തതാണ്. എണ്ണ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എണ്ണ അങ്ങ് കട്ട പിടിക്കും. ഇപ്പോൾ ഇതിലത്തെ മുളകും എല്ലാം കൂടി ഒന്ന് മിക്സായി ഒന്ന് സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് സെറ്റായി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചതേ. ഇത് അടച്ച് വെക്കണം, കവർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സാലഡ്. കളറുണ്ടോ, കളറൊക്കെ മാറി ഇതിലുള്ള നാരങ്ങ നീരും എല്ലാം ഇത് പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് നമ്മളെ ഫുഡിൻ്റെ ഒപ്പം സെർവ് ചെയ്യും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ബൈ.